ACV News brought to you by Make a Statement Jewelry by Claris. ഒരടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി കടലാസിൽ ഉറങ്ങുമ്പോൾ നട്ടം തിരിഞ്ഞ് അങ്ങാടിപ്പുറത്തെ ജനങ്ങൾ 2010 ഭരണാനുമതി ലഭിച്ച് 10 കോടി രൂപ അനുവദിക്കുകയും സർവേ നടത്തി സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്ത പദ്ധതി 14 വർഷമായിട്ടും കടലാസിൽ ഉറങ്ങുകയാണ്. ബൈപ്പാസിനായി ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ദേശീയപാത ഉപരോധം അടക്കമുള്ള ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചു. 2009 വിഭാവനം ചെയ്ത് 2010 ഭരണാനുമതി ലഭിച്ച് 10 കോടി രൂപ അനുവദിച്ച് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് സർവേ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ നാട്ടിയ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി 14 വർഷമായിട്ടും കടലാസിൽ ഉറങ്ങുകയാണ്. 4.4 കിലോമീറ്റർ നീളവും 24 മീറ്റർ വീതിയുമുള്ള ഓരോടം പാലത്തു നിന്നും തുടങ്ങി മാനത്തുമംഗലം ബൈപ്പാസിൽ അവസാനിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായാൽ ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കഴിയും. 2 വർഷം മുമ്പ് സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. നാളിതുവരെയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങാടിപ്പുറത്തെ ജനങ്ങൾ ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ജീവൻ രക്ഷാ വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത 966 ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ പ്രശ്നം സൂചിപ്പിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും ദേശീയപാത ഉപരോധമടക്കമുള്ള സമരപ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനുമാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനമെന്ന് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് നസീമ മദാരി തുടങ്ങിയവർ പറഞ്ഞു. അങ്ങാടിപ്പുറം പട്ടണം ഇന്ന് ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല. എങ്കിലുമാകട്ടെ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിക്കൊണ്ട് അങ്ങാടിപ്പുറത്തുകൂടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. വാഹനങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാക്കുന്ന പദ്ധതികൾ എത്രയും പെട്ടെന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ACV ന്യൂസ്, പെരിന്തൽമണ്ണ. Make a Statement Jewelry by Claris. 2 ലക്ഷത്തിലേറെ തിമിര ശസ്ത്രക്രിയകൾ കേരളത്തിലെ നമ്പർ 1 ഐ ഹോസ്പിറ്റൽ, അൽ സലാമ ഐ ഹോസ്പിറ്റൽ.